നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടുന്ന താലിയും ആ പാരമ്പര്യത്തിന്റെ തീയിൽ തന്നെ ഉരുകി തെളിഞ്ഞ് വിളങ്ങണം. ശരി, തട്ടാൻ എന്തൊക്കെ വേണോന്ന് അന്വേഷിച്ച് എല്ലാം ഒരുക്കി വെക്കണം. മണിച്ചനാണ് ചുമതല. ഓ, ചെയ്തോളാമേ. എന്തൊക്കെയാ മണിച്ച ഈ നടക്കുന്നത്? തട്ടാനെ വീട്ടിൽ വിളിച്ചു വരുത്തി തങ്ക ഒരുക്കി താലി പണിയുക എന്നൊക്കെ വെച്ചാ ഞാനും അത് തന്നെ ആലോചിക്കുന്നു ഭവാനിയമ്മേ. പക്ഷേ കമാന്ന് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാൻ വേറൊരു ജോലിക്കാരനല്ലേ. അവിടെ പോവാൻ പറഞ്ഞാൽ അവിടെ പോവും, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലാതെ അതിലൊന്നും എൻ്റെ അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ ഒരു പ്രാധാന്യവും ഇല്ല. ഭവാനിയമ്മ മനസ്സ് വെച്ചാലേ ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യണമെന്നാ മണിച്ചൻ പറയുന്നത്? ഭവാനിയമ്മേ, ഈ സ്വർണ്ണ ഒരുക്കി താലി പണിയുന്നത് ഒരു അപകടം പിടിച്ച പണിയാ. അതിന്ന് മേഘ സാറിനെ പിന്തിരിപ്പിച്ചേ മതിയാവൂ. അതാണ് ഭവാനിയമ്മയ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ അപകടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് അപകടമെന്ന് കൊള്ളാം. എന്റെ ഭവാനിയമ്മേ, ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഭവാനിയമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ? എത്ര പ്രാവശ്യം ആ ആത്മാവ് പാതിരാത്രി വന്ന് ഭവാനിയമ്മയെ പേടിപ്പിച്ചിട്ട് പോയതല്ലേ? ഇനിയിപ്പം മേഘൻ സാറ് നിർബന്ധപൂർവ്വം രാധയെ കല്യാണം കഴിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവ് അടങ്ങിയിരിക്കൂ? അവരുടെ കണ്ണും കയ്യും പല്ലും നഖവും നീളുന്നത് ആരുടെയൊക്കെ നേരാണെന്ന് ആർക്കറിയാം? എല്ലാ അനുഭവത്തിൽ വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഓ, ഞാൻ ആ കാട്ടിന്റെ നടുക്കൂടെ ഫോട്ടോ നോക്കി നടന്നപ്പോ നേരിട്ട് കണ്ടതാ സുഭദ്രാമ്മയെ. നേരിട്ട് കണ്ടോ? കണ്ടോന്ന്? അത് നമ്മളിവിടെ പിന്തുടർന്ന് വന്നതല്ലേ. ഓ, അത് ആവർത്തിക്കാതിരിക്കാൻ സുഭദ്രാമ്മേനെ ആ പടത്തിലേക്ക് നാഞ്ചനായക്കർ സ്വാമി ഒരു പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത തിലകക്കുറി. ആ പൊട്ടിലാണ് സ്വാമിയാര് സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിനെ ബന്ധിപ്പിച്ച് പൂട്ടിയിരുന്നത്. മേഘൻ സാറ് പക്ഷേ ആ പൊട്ട് കഴിഞ്ഞ ദിവസം മായ്ച്ചു. സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു. ഇപ്പൊ അതിന് പഴയതിനേക്കാൾ ശക്തി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. സത്യമാണോ മണിച്ചൻ നീ പറയുന്നത്? 101% നേര്. സത്യം. അല്ലെങ്കിൽ നോക്കാം ഫോട്ടോയില്. ഇനിയിപ്പോ സാറ് തുനിഞ്ഞിറങ്ങി രാധയ്ക്ക് താലി ഒരുക്കുന്നതും രാധയെ കല്യാണം കഴിക്കുന്നതും ആ പ്രേതാത്മാവ് തടയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി തന്നെ അത് വന്നിട്ട് എല്ലാം തകർക്കുന്നുള്ള ഉറപ്പാ. മേഘ സാറ് ഭവാനിയമ്മയ്ക്ക് മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുന്നതിന്റെ പേര് എനിക്കും കിട്ടും അവരുടെ ശിക്ഷ. അതുകൊണ്ട് ഭവാനിയമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും മേഘ സാറിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, പ്ലീസ്. എന്നാലേ എല്ലാവർക്കും അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ കട്ടയ്ക്ക് ചോര ഛർദ്ദിച്ച് മരിക്കും എന്നുള്ളത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.